ഇങ്ങനൊരു ഫുഡ് സ്പോട്ട് പാലക്കാട് എന്നല്ല കേരളത്തിൽ തന്നെ ഉണ്ടോന്ന് സംശയമാണ് കേട്ടോ. ടർക്കിക്കാരുടെ തനതായ ചില ടർക്കിഷ് ഡെസേർട്സും സ്റ്റാർട്ടേഴ്സും മാത്രം കിട്ടുന്ന ഒരു കൊച്ചു ടർക്കിഷ് ടീ സ്പോട്ട്. കേരളക്കാരുടെ പണ്ട് മുതലേ ഫേവറേറ്റ് ആയ ഷവർമ, കെബാബ് തുടങ്ങിയ ചില ടർക്കിഷ് ഡിഷസിൽ നിന്നും വെറൈറ്റി ആയിട്ട് ടർക്കിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം മലയാളി ഷെഫ്സ് അവരുടെ വളരെ കാലത്തെ റിസർച്ചിന് ശേഷം മലയാളികളുടെ ടേസ്റ്റ് ബഡ്സിന് കൂടി അനുയോജ്യമായ കുറച്ച് സെലക്ടഡ് ആയിട്ടുള്ള ടർക്കിഷ് ഡെസേർട്സും സ്റ്റാർട്ടേഴ്സും ആണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. വൈകുന്നേരം ഒരു 4 മണിക്കാണ് ഈ സ്പോട്ട് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 5:30-6 മണി ടൈമിൽ അവിടെ എത്തി. എൻട്രൻസ് തന്നെ ഒരുതരം അറബ് ആംബിയൻസ് തരുന്ന ഒരു ഫീൽ ആയിരുന്നു. നമ്മുടെ ആടുജീവിതം പടത്തിലൊക്കെ കണ്ട ചില സീനൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് കിണർ പോലെയൊക്കെ ഒരു സ്ട്രക്ചറിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ആ ആംബിയൻസിന് കുറച്ച് മോടി കൂട്ടി. വേറെ ഒരു തരം പോസ്റ്റേഴ്സോ അലങ്കാരങ്ങളോ അങ്ങനെ ഒന്നും തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് ഡോർ അങ്ങോട്ട് തുറന്നതും സത്യം പറയാലോ കണ്ണു തള്ളിപ്പോയി. നല്ല അടിപൊളി ആംബിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റു ഹോട്ടൽസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു മെനു കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയുള്ള എല്ലാ ഡിഷസും ഒരു ചില്ല് കൂട്ടിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ അടിയിൽ പേരും പ്രൈസും എഴുതി വെച്ചതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇതുവരെ കാണാത്ത പല സാധനങ്ങളായിരുന്നു കേട്ടോ അത്. ലമാക്കൺ, തവുക് സിസ്, ഹമ്മസ്, കനാൽ ഗറ, തവുക് കബാബ്, പേനീർ ഗോസ്ലമെ, അങ്ങനെ വായിക്കൊള്ളാത്ത ഒരുപാട് പേരും ഡിഷസും അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ടർക്കിഷ് തനതായ ഡിഷസ് തന്നെയായിരുന്നു. ഇതിനെക്കുറിച്ച് എനിക്കും എൻ്റെ കൂട്ടുകാർക്കുള്ള നോളജ് വളരെ കമ്മിയായതുകൊണ്ട് അവിടെ ഉള്ളൊരു ഷെഫിനോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ. ഇത് ഗോസ്ലമേ എന്ന് പറയും. ഉള്ളിൽ ഫില്ലിങ്സ് വരുന്നതാണ്. ചിക്കൻ ചീസ് ഫില്ലിങ്സ് ഉള്ളതുകൊണ്ട് ബീഫ് ചീസ് ഫില്ലിങ്സ് ഉള്ളതുകൊണ്ട്. ഇത് 3 പിസ്സ ടൈപ്പാണ്. പിഡേ എന്ന് പറയും. ഇത് ചിക്കൻ ചീസ് ഫില്ലിങ്സ് ആണ് വരുന്നത്. ഇത് മിക്സ്ഡ് പിഡേ, ഹാഫ് ചിക്കൻ ചീസും ഹാഫ് ബീഫ് ചീസും. ഇത് ബീഫ് ചീസ് ഫില്ലിങ്സ് ആണ് വരുന്നത്. ഇത് ബട്ടാർ എന്ന് പറയും. ഉള്ളിൽ ഫില്ലിങ്സ് വരുന്നതാണ്. ചിക്കൻ ചീസ് ഉള്ളതുകൊണ്ട് ബീഫ് ചീസ് ഉള്ളതുകൊണ്ട്. ഇത് മേലെ ചിക്കന്റെ ഫില്ലിങ്സ് വരുന്നതാണ്. ഇത് 3 ഗ്രിൽ ഐറ്റംസ്. ഇത് ചിക്കൻ ടിക്കിയിൽ വരുന്ന തൗഷിഷ്. ഇത് ഹമ്മൂസ് ഡിപ്പാണ്. ചിക്കൻ ബീൻസ്, ഇത് ചിക്കൻ കബാബ്. പിന്നെ ഇത് പനീറിന്റെ ഗോസ് ഇതിന്റെ വെജാണ്. പനീറും ചീസും ബീൻസും. പിന്നെ അടിയിലുള്ള വെജാണ്. സിറ്റി കൊണ്ടുവരുന്ന ഒരു ഫുഡ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബ്രെഡ് സെക്ഷൻ ആണ്, ഇത് ഗ്രിൽ സെക്ഷനും ആണ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ റീസെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞ കുറെ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. സോ ഇപ്പൊ സെക്കൻഡ് അവിടെ സ്റ്റാർട്ട് ഡെസേർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതാണ് ഇവിടെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഫുള്ള് മെനൂസ് ഉണ്ട്. ഞങ്ങൾക്ക് ഇൻഷാല്ലാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറെ മെനൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. ഇപ്പൊ തൽക്കാലം ഇവിടെ മാത്രമേ ഇവിടുന്ന് റീസെർച്ച് ചെയ്ത് ഞങ്ങൾക്ക് ഗസ്റ്റിന്റെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് ബാക്കി ഞങ്ങൾ ചെയ്യുന്നത്. ടർക്കിഷുകാരുടെ തനതായ ഡിഷസ് നമ്മുടെ കേരളക്കാരെ പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ചെറിയ ഔട്ട്ലെറ്റാണ്. താവു പൈഡും ബിഫ്ലക് പൈഡും ഒരു ചോക്ലേറ്റ് കുനാഫയും പിന്നെ കെബാബ് പോലെ എന്തോ വായിക്കൊള്ളാത്ത പേരുള്ള ഒരു സാധനമാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത്. ഈ 4 സാധനവും ഞങ്ങൾക്ക് സെർവ് ചെയ്യുന്നവരെ ഞങ്ങൾ അവിടുത്തെ ഫുൾ ആംബിയൻസും ആസ്വദിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ സീറ്റിംഗ് ആണെങ്കിലും ഗ്രൗണ്ടിനോട് താഴ്ന്ന സീറ്റിങ്സ് ആയിരുന്നു. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. അല്പനേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ കുനാഫ ഒഴികെ ബാക്കിയെല്ലാം എത്തി. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളൊരു ആപ്പിൾ ടീയും കാശ്മീരി ടീയും കൂടി പറഞ്ഞിട്ടുണ്ടാകും. ബിഫ്ലക് പൈഡ് എന്ന് പറയുന്നത് ബീഫ് ഫില്ലിങ്സ് ഉള്ള ഒരു പിസ്സ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. മറ്റേതാണെങ്കിൽ ഒരു ചിക്കൻ ഫില്ലിങ്സ് ഉള്ള സാധനമാണ്. പിസ്സ ഇതിൽ നിന്ന് ഇവോൾവ് ആയി വന്നതാണെന്ന് എനിക്ക് തോന്നി. കാരണം സെയിം ഒരേപോലെയാണ് രണ്ടും ഇരിക്കുന്നത്. ബീഫ് ഫില്ലിങ്സ് ഉള്ള പൈഡാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ചിക്കനെക്കാട്ടിലും ബീഫാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ നമ്മുടെ കെബാബ് പോലെ ഇരിക്കുന്ന അതും ട്രൈ ചെയ്ത് നോക്കി. അതും നല്ല അടിപൊളി സാധനമായിരുന്നു. പക്ഷേ എനിക്കെന്തോ എരിവ് എല്ലാത്തിനും കുറച്ച് കമ്മിയുള്ളവരെ തോന്നി. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാശ്മീരി ടീയും ആപ്പിൾ ടീ എത്തിയിട്ട. അത് നോർമൽ ടീ ഉണ്ടായിരുന്നു, വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം കേട്ടോ നമ്മുടെ സ്പെഷ്യൽ സാധനം എത്തിയത് ചോക്ലേറ്റ് കുനാഫ. നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള ഒരു കുനാഫ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത്. പക്ഷേ ഡെസേർട്സും സ്റ്റാർട്ടേഴ്സും ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരു ഡിഷ് ബുക്ക് ചെയ്ത ആൾക്ക് അത് വയറ് നിറയാനുള്ള അത്ര ഇല്ല. എന്നാലും ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ പാലക്കാടുള്ളവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയും. ഈ സ്പോട്ടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ക്യാപ്ഷനായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ശരി, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.